പ്രിയമുള്ളവരെ, നമ്മൾ ഇടവേളകളിൽ സുഹൃത്തുക്കൾ ചേർന്ന് അവതരിപ്പിക്കുന്ന രസകരമായ ഒരു പരിപാടിയാണ് അന്താക്ഷരി. കൂട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ ഒരു ഗാനം ആലപിക്കുക. ആ ഗാനത്തിൻ്റെ അവസാനത്തെ വാക്കിലെ ആദ്യത്തെ ഷോ ഉപയോഗിച്ച് അടുത്തയാൾ പാടുക. അങ്ങനെ രസകരമായിട്ട് പോകുന്ന അന്താക്ഷരി എന്ന പ്രോഗ്രാം മലയാള സിനിമയിലെ താരങ്ങൾ നിങ്ങൾക്കായി ഇവിടെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഇവിടെ തുടക്കമിടുന്നത് ജനറേറ്ററിൻ്റെ ശബ്ദമുണ്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മലയാള സിനിമയിലെ നടൻ മിസ്റ്റർ MS തൃപ്പൂണിത്തറയാണ്. അദ്ദേഹമാണ് തുടക്കക്കാരൻ. ഗുരുവായൂരപ്പാ, എന്നാ പിന്നെ ഞാൻ തന്നെ കൂടെ തുടങ്ങാം. എന്താ മുല്ലപ്പൂ പല്ലിലോ മുക്കൂറ്റി കവളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ അറിയൂ. ഏനറിയില്ല ഏഴിമലക്കാട്ടിലെ മലങ്കുറവാ എടോ ഇങ്ങനെയല്ല പാടുന്നത്. പിന്നെ മാ വെച്ച് നല്ല അസലൊരു പാട്ട് ഞാൻ പാടാൻ പോവുകയാണ്. എന്നാ പാടോ? മാനസേശ്വരി മാപ്പ് തരൂ, മറക്കാൻ നിനക്കിനി കഴിവില്ലെങ്കിൽ മാപ്പ് തരൂ, മാപ്പ് തരൂ. നിർത്ത. ഈ കണക്കിന് പോയാ പെറ്റ തള്ള പോലും മാപ്പ് തരില്ല കുട്ടാ. തന്ത തരുവോ കുട്ടാ? ചിലപ്പോ അമ്മായിയപ്പൻ തന്നേക്കും. മതി. ഏതൊക്കെയാണെങ്കിലും മാ വെച്ച് മനോഹരമായൊരു പാട്ട് ഞാൻ പാടാം. മോഹങ്ങൾ മുരടിച്ചു, മോതിരക്കൈ മുരടിച്ചു, മനസ്സു മാത്രം മുരടിച്ചില്ല, മനസ്സ് മുരടിച്ചില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, തന്റെ നെഞ്ചത്ത് ഇതിനു വേണ്ടി ചെളിയുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരുമ്മി ഉരുട്ടിയെടുക്കാൻ. ഇത് ചെളിയല്ല കൂട്ടാ, എന്റെ സ്റ്റൈലാ. ഓ, വൃത്തികെട്ട സ്റ്റൈല്. പറ്റിയില്ലേ? ഇനി ഞാൻ പാടാം. ഏതാക്ഷരം? കരാട്ടെ പഠിക്കണം. അല്ല, അതിലേതെങ്കിലും ഒരു അക്ഷരം മതിയല്ലോ. ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പവാചകം പുറത്തു വെച്ചു, നീ നഗ്നവാഴി അകത്തോട്ട് വാഴി, എടി അകത്തോട്ട് വരാനാ പറഞ്ഞത്. ഏതായാലും പ്രായം ഇത്രയൊക്കെ ആയിട്ടും മാസാറിന് ആഗ്രഹം കൊള്ളാം. പുഷ്പവാതകം പുറത്തു വെച്ച് നഗ്നബാധയായിട്ട് അകത്തോട്ട് വരാൻ. അവള് മാത്രമായിരിക്കില്ല, ചിലപ്പോ അമ്മാവനും ആങ്ങളമാരും അച്ഛനും ഒക്കെ ഉണ്ടാവും. എന്തായാലും വാവച്ച് ഞാനൊരു പാട്ട് പാടാം. വാവാ മനോരഞ്ജിനി സുരാംഗിനി സൂപ്പർ സുരസുന്ദരി, നളദമയന്തി കഥയിലെ ദമയന്തി അല്ലേ, കണ്ണാശ്രമത്തിലെ കാവ്യ ശകുന്തളയല്ലേ, ഓമർ ഖയാമിന്റെ മധുരം തുളുമ്പുന്ന മധുപാത്രമോ അലൂമിനിയം പാത്രമോ അങ്ങനെയല്ലേ. ഒരു പാട്ട് പാടുമ്പോ ചുമ്മാ കിടന്ന് കാളയമൃതോ ഞമ്മളോ വേണ്ടത്. കുട്ടികളെ, ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു ഭയങ്കര മുട്ടക്കാട്ട കടലാ, മനസ്സിലായ? അപ്പൊ നമ്മളെ കടലിനകത്തോട്ട് രണ്ട് കൈ കുത്തി ചാടി ഇറങ്ങിയിട്ട് കുറച്ച് കക്കായും ഞണ്ടും ഒക്കെ വാരി കഴിയുമ്പോഴാ സംഗീതം ആകുന്നേ. ഏതാക്ഷരം? സംഗീതം അല്ലേ? ഏതാക്ഷരം? ഓയല്ലേ? ഒരു പൊണ്ണു വന്ന് ഞാൻ പാത്തേ സംഗീതം വീട്ടിൽ ചിരിപ്പൊന്ന് കേട്ടേ. അവള് ചിരിച്ചിരിക്കണോ പപ്പൂ, എങ്ങനെയുണ്ട് ലക്ഷം? പപ്പൂ എങ്ങനെയുണ്ട്? പപ്പുല്ലേ? പപ്പു അല്ലേന്ന് ചോദിച്ചതാ പാടിയത്. ഞാനൊരു പാട്ട് പാടാം, നല്ല താളവും ശ്രുതിയുമുള്ള പാട്ട്. കേട്ടോ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണ് കുയിലാളെ, കുത്തു വേണം കുഴൽ വേണം, ഷിറ്റിട്ടാരോ ഷിറ്റിട്ടൈ. പ്രിയമുള്ള കലാപ്രിയങ്ങളെ, ഇനി ഞാൻ പാടട്ടോ. നല്ലൊരു പാട്ട് വേണം, കാവച്ചിട്ട് പാടട്ടോ കേട്ടോ. കുഞ്ഞുനാളും ചെറുപ്പത്തിലല്ലടി എന്തേ കുഞ്ഞേലി, നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്തേ കുഞ്ഞേലി, നിന്നെ ഞാൻ കണ്ടതല്ലേടി. ആ കൊച്ചു മരങ്ങൾ നെയ്യുമ്പോൾ എന്തേ കുഞ്ഞേലി, നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്തേ കുഞ്ഞേലി, നിന്നെ ഞാൻ കണ്ടതല്ലേടി. എന്തു പാട്ടാണിത്? എടോ, കാ വെച്ച് ഇങ്ങനെയാണ് പാടുന്നത്. പിന്നെ
പുറത്തെ പാടിക്കോ. താളം തെറ്റിക്കരുത്. ഇല്ല എന്തേ? ഞമ്മക്ക് താളം ഇല്ല. അത് ശരി. അതുകൊണ്ട് മനസ്സിലായില്ലേ? ആ, ഓ. തുടങ്ങട്ടെ മോനെ. മ്യൂസിക് ഇടണം കേട്ടാ. ഓ മസിക്കടാ. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പറന്ന വീട് അല്ലോ കാട്ടിൽ ചിറകു വീസി തളർന്ന സുലൈമാൻ ഇരുന്ന കൂട് വർഷന കാട് കറുത്ത നിർത്ത്. ഇത് മാപ്പിള പാട്ടല്ലേ ഇത്? മാപ്പിളപ്പാട്ടല്ല മോനെ. ആ. നമ്മൾ എന്ത് പാട്ട് പാടിയാലും ഇങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടാവും. എന്നാ പിന്നെ വേറൊരു പാട്ട് പാടിക്കേ. സംശയം ഉണ്ടോ നോക്കിക്കോ. പാട്. ഓ മലാളെ കണ്ടു ഞാൻ ഊങ്കിനാവിൽ കണ്ടു ഞാൻ അല്ല ഓ മലാളെ കണ്ടു ഞാൻ ഊങ്കിനാവിൽ കണ്ടു ഞാൻ. സത്യം മാഷി വരുന്നുണ്ട്. കുറച്ചോനെ സത്യം വരുന്നുണ്ടാ? ആ. എന്നാ ഇവിടെ ഗിയർ മാറിയിട്ട് ഒരു കളിയായിരിക്കും. ഗിയർ മാറി ഇത് ഇവിടെ മരിക്കും കണ്ടോണം. ഇപ്പൊ സത്യം മാഷി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയും എന്തായിരിക്കും ഗതി ഉണ്ടെങ്കിൽ പിന്നെ 10 വയസ്സ് കൊടുക്കണ്ട. ഫസ്റ്റ് ഇട്ട് മോനെ. അമ്മേ സെക്കൻഡ് അമ്മച്ചിയെ കാണാൻ തേർഡ് ഒരു വലിയ മീനെ പിടിക്കാൻ പോകുമ്പോഴേ അമ്മ അറിയുന്നത്. ഫോർത്ത് വല വീശാൻ പോണോന്ന്. റിവേഴ്സ് ഇട്ട് മോനെ. അതുകൊണ്ട് പിടിക്കൂല. ഞാനും ഒരു കാവച്ചൊരു പാട്ട് പാടാം. കറുപ്പിനഴകമ്മേ ഇതല്ലോ. വെളുപ്പിനും ഉണ്ടമ്മച്ചി അഴക്. ഓ. അപ്പൊ അമ്മ പറയുന്നത് മറ്റുള്ള കളറൊന്നും അഴകില്ലെന്നാണോ അമ്മേ? ഏതായാലും പുലരിയിലെ പുതുവഴിയായിട്ട് പൂന്തേൻ കുളിരാണ് എന്റെ അമ്മച്ചി. ഈറും കൊണ്ട് പോകുന്ന ഒരാള്. എടാ പന്തി ഇങ്ങനെടാ പാടുന്നത്. പിന്നെ എടാ പാട്ട് ഇങ്ങനെയല്ല പാടുന്നത്. പിന്നെ അസലായിട്ട് പാടണം. അസലായിട്ട് അറിയാറാ. ഞാൻ പഠിച്ചതാണ് 5 വർഷം. എന്ത് സംഗീതോ? അല്ല ഡാൻസ്. ഡാൻസ് പഠിച്ചത് പാട്. ഞാൻ പാടട്ടെ. എടാ മമ്മൂട്ടിയില്ലേ മമ്മൂട്ടി? മമ്മൂട്ടിയുടെ പടത്തിലെ പാട്ടുണ്ട് പട്ടാളം. പട്ടാളത്തില് അടിപൊളി മെലഡി പഠിക്കൂ. മെലഡിയാണ്, വളരെ സാലറി ആയിരിക്കണം. ഓക്കെ. ഡിഗ്രി 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 പട്ടാളം. ഗുബക്ക് 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 പട്ടാളം. എടാ പന്തി വേഗം കിടക്കുന്നതാ. ഡിഗ്രി 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 പട്ടാളം ഗുബക്ക് പട്ടാളം. അത്രയും പഠിച്ചോ. പറഞ്ഞു വിട്ടു. ഇനി ഞാനൊരു പാട്ട് പാടാം. ദിലീപിന്റെ പടത്തിലെ ഒരടിപൊളി ഗാനം. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ടെ. പിന്നെ സമയം കിട്ടുമെങ്കിലേ ഒരു 5-6 തവണ കൂടി ചുറ്റിയടിച്ചാട്ടെ. ഭീഗി 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 ഭീഗി. പിന്നെ ഒരു 2 ആഴ്ച കൂടി എടുത്തിട്ട് ഭീഗി 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 ഭീഗി. ജോസ് പ്രകാശ് വന്നാ? ജോസ് പ്രകാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. പിന്നെ ഇതെന്ത് ഇത്? Hello, Mr. Boy. How are you? Are you fine? ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. Thank you. മിസ്റ്റർ ബോയ്, ഇവിടെ വന്നവരാരും എന്നോടൊപ്പം പാട്ടുകൂടി ഇന്ന് വരെ ജീവിതത്തിന് ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ക്യാപിൽ വിളിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ്. എന്റെ ഈ ഇലക്ട്രിക്കൽ തോക്കിൽ മൊത്തം 2 ഉണ്ടകളുണ്ട്. അതിൽ 2 ഉണ്ടകളും നിങ്ങൾക്ക് മിസ്റ്റർ ബോയ്സ്